ഇത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബൃഹത്തായ ഡയസിസാണ് അല്ലെങ്കിൽ എപ്പാർക്കിയാണ്. ഞങ്ങൾ ഇപ്പോൾ സുവിശേഷത്തിൻ്റെ സന്തോഷവുമായിട്ട് ഈ 23 സംസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ളതായ ഉത്തേജനം ഈ ഫിയാത്ത് മിഷൻ ഈ എക്സിബിഷനിലും അതുപോലെ തന്നെ ഈ കൺവെൻഷനിലും പങ്കെടുക്കുക വഴി, ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് ദ മിഷൻസ് പങ്കെടുക്കുക വഴി ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്നതായ ഉത്തേജനം വളരെ അധികമാണ്. പ്രത്യേകിച്ചും ഒരു മിഷനറി ആകുക എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, യേശുവിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. അതുമൂലം ഉണ്ടാകുന്നതായ ആത്മീയമായിട്ടുള്ളതായ വളർച്ചയും അനുഗ്രഹവും അത് വ്യക്തിപരമായിട്ടും ഒരു കമ്മ്യൂണിറ്റി ആയിട്ടും നമ്മുടെ രാജ്യത്തിന് മുഴുവനും അത് അനുഗ്രഹമാണ്. പ്രത്യേകിച്ചും ഫിയാത്ത് മിഷനിൽ മലങ്കര സഭയെ പ്രതിനിധീകരിക്കുന്നത് ഈ മിഷൻ ഡയസിസായ സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം ആണ്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഇതിനോട് വളരെ ചേർന്ന് പ്രവർത്തിക്കുന്നു. സിസ്റ്ററിൻ്റെ പേരെന്ന് പറയുമോ? എൻ്റെ പേര് സിസ്റ്റർ ക്ലെയർ റോസ്. ഈ മിഷനെക്കുറിച്ച്, നിങ്ങളുടെ മിഷനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞങ്ങളുടെ മിഷനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പേര് തന്നെ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്നാണ്. അതായത് യേശുവിൻ്റെ ആ കുരിശിലെ ദാഹം ഞങ്ങൾ ശമിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്കായി ഞങ്ങൾ സേവനം ചെയ്യുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ലോകത്തിൽ 750 കോൺവെൻറ്റുകളിലായിട്ട് ഞങ്ങൾ ഏകദേശം 6000 സിസ്റ്റേഴ്സ് ഇപ്പോൾ മിഷനിലാണ്. 139 രാജ്യങ്ങളിലായിട്ട് 129 ഭാഷ സംസാരിക്കുന്ന സിസ്റ്റേഴ്സ് ഞങ്ങളിപ്പോൾ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മിഷണറീസ് ഓഫ് ചാരിറ്റി ഫാദേഴ്സ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്. അതുപോലെ ഞങ്ങൾക്ക് കണ്ടംപ്ലേറ്റീവ് സിസ്റ്റേഴ്സ് ഉണ്ട്, ലേ മിഷണറീസ് ഓഫ് ചാരിറ്റി ഉണ്ട്, പിന്നെ കോർപ്പസ് ക്രിസ്റ്റി മൂവ്മെൻ്റ് എന്നൊരു അച്ഛന്മാരുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ടും ഈ പാവപ്പെട്ട ശുശ്രൂഷയാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് മദർ തെരേസ ഞങ്ങൾ കാണിച്ചു തന്നതും. ഇന്ന് ഇവിടെ കേരളത്തിൽ തന്നെ ഞങ്ങൾക്ക് 10 സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ കർണാടകയും കൂടി ഞങ്ങൾ ഒരു റീജൻ എന്ന് പറയും, കേരള റീജൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം 10-18 ഹൗസസ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. ഈ കൽക്കട്ടയിലാണ് ഞങ്ങളുടെ ഫോർമേഷനൊക്കെ. പിന്നെ ഞങ്ങളൊരു പോണ്ടിഫിക്കൽ കോൺഗ്രിഗേഷനാണ്, മാർപ്പാപ്പയുടെ കീഴിലാണ് നമ്മുടെ കോൺഗ്രിഗേഷൻ വരിക. പിന്നെ ഒരു ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷനും കൂടിയിട്ടാണ്. ഈ GGM-ൽ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് പങ്കെടുക്കുന്നത്? GGM-ൽ 2ാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ കോൺഫറൻസിലുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ കോൺഫറൻസിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വളരെ വളരെ സംതൃപ്തിയുണ്ട് ഈ GGM-ൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ശരിക്കും ഒരു ദൈവകൃപയായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഫിയാറ്റ് മിഷനിലുള്ള അംഗങ്ങൾ. മദർ തെരേസയുടെ അതേ സ്പിരിച്വാലിറ്റി തന്നെയാണ് ഏകദേശം GGM മിഷനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുടെ സാക്ഷ്യങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം ഇന്ന് ഇവരെ ഇവിടം വരെ എത്തിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഏകദേശം 64 സ്റ്റാളുകളിലായിട്ട് പല കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റേഴ്സുകളും ബ്രദേഴ്സും അച്ഛന്മാരും ബിഷപ്പും എല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നു. അതുപോലെ ഞങ്ങൾക്ക് മിഷനെക്കുറിച്ച് അറിയാനും മിഷനെ സ്നേഹിക്കാനും ഇനിയും മിഷന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഈ GGM-ൽ വന്നതിന് ശേഷമാണ്. ഈ വർഷം തന്നെ ഏകദേശം ഞങ്ങൾക്ക് 75 വൊക്കേഷൻ വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്, പല ഭാഗത്തു നിന്നായിട്ട്. അതുതന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലായിട്ട് ഞങ്ങൾ കാണുകയാണ്. അപ്പോൾ GGM-ൻ്റെ മിഷൻ ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ലോകം മുഴുവനും വ്യാപിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് അങ്ങനെ ഇടപെടുന്നത്. വളരെ നമ്മൾ വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ്റെ മദർ തെരേസ മിഷൻ ഇൻ വെസ്റ്റ് ബംഗാൾ, അവിടുത്തെ ഫാദർ സാമച്ചനാണ് നമ്മുടെ കൂടെയുള്ളത്. ഒപ്പം തന്നെ അവിടുത്തെ വൊക്കേഷൻ പ്രൊമോട്ടറുണ്ട്, ക്ലിൻസ് അച്ഛനും കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ കേരളത്തിലെ പക്ഷേ നിങ്ങൾ വെസ്റ്റ് ബംഗാളിൽ ഈ മദർ തെരേസ മിഷനിൽ വർക്ക് ചെയ്യുമ്പം അവിടുത്തെ മിഷനെക്കുറിച്ച് അച്ഛനെന്ന് പറയാം. നമ്മുടെ മദർ തെരേസ മിഷൻ 2006 ആരംഭിക്കുന്നത്. ഒരു സെൻറ്ററോട് കൂടി നമ്മൾ കൃഷ്ണനഗർ ഡയസിസിൽ ആരംഭിച്ചു. അത് വളരെ വേഗം പടർന്ന് പന്തലിച്ച് 4 വലിയ ധ്യാന കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അവിടുന്ന് ത്രിപുരയിലേക്കും പിന്നീട് നേപ്പാളിലേക്കും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. സിക്കിമിലും മിസോറാമിലും ഒഴികെ ഇന്ന് വിൻസെൻഷൻ മിഷണറിമാർ എല്ലാ സംസ്ഥാനങ്ങളിലും ധ്യാന കേന്ദ്രങ്ങൾ നടത്തി വരുന്നു. 10,000 കണക്കിന് മനുഷ്യരാണ് വചനം സ്വീകരിക്കുന്നത്.
ഒപ്പം ഹിന്ദി, ബംഗ്ല, ലോക്കൽ ലാംഗ്വേജുകൾ, സന്താലി, ഇംഗ്ലീഷ്, നേപ്പാളി, ഈ ഭാഷകളിലെല്ലാം നമ്മുടെ മിഷണറിമാർ വചനം പങ്കുവയ്ക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ വചനം അന്വേഷിച്ച് വരുന്നു. അപ്പോൾ അതുകൊണ്ട് സഭയ്ക്ക് വളരെയധികം വേരോട്ടമുള്ള ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിക്കപ്പെടുന്ന ഒരു മേഖലയാണ് വിൻസെൻഷൻ സഭയുടെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മിഷനാണിത്. അവിടുത്തെ സ്ട്രഗിൾസിനെ കുറിച്ച്? സ്ട്രഗിൾസ് എന്ന് പറയുന്നത് കൾച്ചർ, ക്ലൈമറ്റ്, യാത്രാ സൗകര്യങ്ങളെല്ലാം ഒരു വലിയ സ്ട്രഗിളാണ്. ആരംഭകാലത്ത് ഞാൻ നേപ്പാളിലായിരുന്നു തുടങ്ങാനായിട്ട്. അവിടുത്തെ റോഡ് സൗകര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതർവൈസ് നമുക്ക് ഒത്തിരി വിളവുള്ള ഒരു വലിയ മിഷൻ മേഖലയാണ്. പ്രത്യേകിച്ച് ആളുകൾ ദാഹിക്കുന്നതായിട്ട് കാണാം. നമ്മൾ നൈറ്റ് വിജിലുകളാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ മെഗാ ബൈബിൾ കൺവെൻഷൻസിനൊക്കെ 10,000 ആളുകൾ വരെയും പങ്കെടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെ വരുന്ന ജനങ്ങൾ നിലത്ത് കച്ചിപ്പുറത്ത് കിടന്ന് വചനം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇരിക്കുന്നതും അവിടെയാണ്, ഭക്ഷണം കഴിക്കുന്ന അവിടെയാണ്. രാത്രികളിൽ ആ സ്ഥലങ്ങളിൽ തന്നെ അന്തി ഉറങ്ങി 4-5 ദിവസം അവിടെ താമസിച്ച് വചനം സ്വീകരിക്കുന്ന വലിയ സാഹചര്യങ്ങൾ വചന പ്രഘോഷണ പ്രേക്ഷിത മേഖലകളിൽ അവിടെയുണ്ട്. നമുക്ക് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ പ്രീസ്റ്റ് അല്ലാതെ അവിടുത്തെ ലോക്കൽ പ്രീസ്റ്റ് കുട്ടികൾ അല്ലെങ്കിൽ വൊക്കേഷൻസ് നമുക്ക് കിട്ടാറുണ്ടോ? നമ്മുടെ ആദ്യത്തെ വെസ്റ്റ് ബംഗാൾ മിഷണറി വൈദികനാകാൻ പോവുകയാണ് ഈ വർഷം. നമുക്ക് കിട്ടിയ ആദ്യത്തെ സന്താളി വൊക്കേഷൻ നമ്മുടെ മിഷൻ്റെ ഫ്രൂട്ടായിട്ട് നമുക്ക് നമ്മുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതാണ്. ആദ്യത്തെ ആൾ 3-4 പേര് ചേർന്നിരുന്നു. അതിൽ ആദ്യത്തെ ആളാണ് ഈ വർഷം ഓർഡൈൻ ചെയ്യും. വിൻസെൻഷൻ കോൺഗ്രിഗേഷനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇവരുടെ കേരളത്തിന് വെളിയിലുള്ള, പ്രത്യേകിച്ചും ഈ മദർ തെരേസ മിഷൻ ഇൻ വെസ്റ്റ് ബംഗാൾ, അവിടുത്തെ മിഷൻ സാഹചര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. കച്ചിപ്പുറത്തിരിക്കുകയും കച്ചിപ്പുറത്ത് അവിടെ തന്നെ കിടക്കുകയും അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് അത്ര തീക്ഷ്ണതയോടെ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപറ്റം ജനങ്ങളെ നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വിശ്വാസ കണ്ണുകളോട് കൂടി തന്നെ അത് കാണണം, മനസ്സിലാക്കണം. അത്ര തീക്ഷ്ണതയോടുകൂടിയാണ് ഇവരവിടെ പ്രവർത്തിക്കുന്നത്. നന്ദി അച്ഛാ. നമ്മളിപ്പോൾ ഇംഫാൽ മിഷനിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ മിഷനിലെ സിസ്റ്റർ ഇവിടെ നിൽപ്പുണ്ട്. സിസ്റ്ററിനോട് നമ്മൾ ചോദിക്കാം അവിടുത്തെ മിഷനെ കുറിച്ച്. സിസ്റ്റർ, വാട്ട്സ് യുവർ നെയിം? I'm Sister Archana Claire. You're from Imphal Mission? Yes, Imphal Mission, FCC. FCC. Yes. And it's the first time you come for this GGM? Yes, I'm coming for the first time and I'm thrilled. Before onwards, I was happy to come. And when I see all this, I was wondering how you all manage to gather all this from whole India. You are managing to bring all these, the expenses and the hiring things and the places, what you have put up. It's very fantastic. I am really taken up by this. It's very good. I'm very pleased and I'm very happy to see all this. And the good mission that you are taking up. And the Fiat Mission I have heard, and I used to be connected with the Fiat Mission. This in Kerala, I used to order book. So for little missionary, for little children, and it's very helpful. And I want to see all this, what is happening here. But then now when I see it's the way you arrange in each house and the way you arrange all these places, the program, it's very nice. I'm taken up by this. Thank you so much. And what's your mission there in Imphal? Now I'm doing as Director of Women and Children Commission for Archdiocese of Imphal. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇംഫാൽ മിഷനിലെ ഫാദർ പോളിൻ്റെ കൂടെയാണ്. പോളച്ചൻ നമ്മുടെ ഉണ്ട്, ഇംഫാലുകാരനാണ്. അച്ഛനോട് നമുക്ക് ചോദിക്കാം അവിടുത്തെ ഇപ്പോഴത്തെ ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് അവരുടെ ആൾക്കാരുടെ ഫെയ്ത്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാം. ഫാദർ, റീസെൻ്റ്ലി ദർ വാസ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്, ലോട്ട് ഓഫ് difficult situations in Imphal, Manipur and all. And how is the faith of the people now? Oh, they are just focusing to strengthen their faith. After the recent violence, I myself, together with my team, received some token from others and have Bibles and a Holy Rosary. And when we went and prayed with them, some of them shared their tears. Even the Holy Bible has been burned and they have nothing to read. And therefore we taken some Bibles and distributed to them, their rosary and then the Bible. They were so happy
and they were very eager to read the Bible, eager to hold the rosary. For example, the one matter of fact, they have said that whoever go for war wearing the rosary, none of them have killed, and that was a belief. And even some Protestants, they want to hold the rosary for going for defense, for the village defense. And so that was a enriching experience that I myself has experienced, and we pray for them and then share with them, talk with them, and they want to keep up their faith in amidst of these difficulties. And in a way, some of them have strengthened their faith. A person named by one of our Catholic, John, he has said a testimony, the personal change. After the violence, he went for retreat, and we went for this basic ecclesial community, and he has a personal testimony which now he feels so much happy in spite of all the vehicle or the household, the documents, everything burned down, and he's still calm and happy because he has the intervention with the Lord, also to encounter with the Lord. And that testimony has really strengthened my faith even. And it was a very rich experience that some people, some of them kept up even now, even this moment, kept up their faith and strengthened their faith even. And of course, generally, I cannot, some of them, they have, because of this problem, can be lessen their faith, or they have, with that anger, some will be there, but what I have personally encountered with them have keep up their faith strong, and then it is still very encouraging. And the Diocese of Imphal, with the collaboration from the mission from India and abroad, we are trying to reach out even not only the spiritually, but also financially, and also the material, the households. We are trying our best to reach out to them, and that is our mission. In spite of these difficulties, we are trying to reach out to them. And we have been so much dependent on the mission that the people have extended to our diocese and to the people has richly enriched physically, mentally, psychologically, even medically, in a way different perspective we have been reached out. ഒത്തിരി വയലൻസും പ്രോബ്ലംസും ഒക്കെ ഉണ്ടായ സമയത്തും അവരുടെ വിശ്വാസം വർദ്ധിച്ചതല്ലാതെ കുറഞ്ഞു പോയിട്ടില്ല. കാരണം ജപമാലയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് വില്ലേജിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ പിടിച്ചവരാരും വിശ്വാസത്തോടെ പോയവരാരും മരിച്ചിട്ടില്ലെന്നാണ് അച്ഛൻ പറഞ്ഞു. അത്ര തീക്ഷ്ണതയോടെ അവർ ഈ പ്രശ്നങ്ങളുടെ നടുവിലും അവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അത്രമാത്രം വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. താങ്ക് യു ഫാദർ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് DST സിസ്റ്റേഴ്സിൻ്റെ ഉജ്ജയിൻ പ്രോവിൻസിൻ്റെ സ്റ്റാളിലാണ്. നമ്മളോടൊപ്പം സിസ്റ്റർ ദയുണ്ട്. നമുക്ക് സിസ്റ്ററിനോട് ചോദിക്കാം ഇവരുടെ മിഷനെക്കുറിച്ച്. സിസ്റ്റർ ഒറിജിനലി എവിടെ നിന്നാണ്? എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയാണ്. ഞാൻ ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഒറീസ മിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഒറീസ മിഷനിൽ, ശംഷാബാദ് രൂപതയുടെ കീഴിൽ ഒറീസ മിഷനിൽ. ഇപ്പോൾ 7 വർഷമായിട്ട് ഒറീസ മിഷനിലാണ്. സിസ്റ്ററിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം, 7 വർഷമായിട്ടുള്ള മിഷൻ എക്സ്പീരിയൻസ്. ഞങ്ങൾ ശരിക്കും കണ്ടമാലി വലിയ പ്രശ്നം ഉണ്ടായൊരു സ്ഥലമുണ്ടല്ലോ, ആ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്, കണ്ടമാലി ഏരിയയിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തുടങ്ങി ഞങ്ങൾ അത്യാവശ്യം ഭാഷയൊക്കെ പഠിച്ചു. പിന്നെ വില്ലേജുകളിൽ പോകുന്നു. ദൂരെയുള്ള വില്ലേജുകളാണ്. നമുക്കൊരു 5-8-10 സ്ഥലത്തോളം ഞങ്ങൾ വില്ലേജിൽ പള്ളികളിൽ പണിതിട്ടുണ്ട്. MSTHമാരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിലെ വില്ലേജുകളിലൊക്കെ കുറേ ദൂരം ചിലയിടത്തൊക്കെ നടന്ന് പോവാം. അവിടെ ചില ആൾക്കാർ നമ്മളെ കാത്തിരിക്കുന്നു. പിന്നെ അവർക്ക് ഞങ്ങൾ ഈശോയെക്കുറിച്ചൊക്കെ പറയും. പിന്നെ ഒത്തിരി പേര് നമ്മുടെ കുർബാനയിലൊക്കെ പങ്കെടുക്കാൻ സീറോ മലബാർ കുർബാന ഒറിയ ഭാഷയെ ഞങ്ങൾ തൊടുത്തു. അപ്പം ആൾക്കാർക്ക് ഇപ്പോൾ ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മാമോദീസ സ്വീകരിക്കാനായിട്ട് കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു 10-200 കൂടുതൽ ആൾക്കാർക്ക് ഞങ്ങൾ മാമോദീസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഓരോ ദിവസങ്ങളിലും നമ്മൾ വില്ലേജുകളിൽ പോയി അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഫെയ്ത്ത് ഫോർമേഷൻ കൊടുക്കുക, കാറ്റീസം പഠിപ്പിക്കുന്നു, കുരിശ് വരയ്ക്കാൻ, ജപമാല എല്ലാവരും പഠിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ആൾക്കാർക്ക് ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിലേക്ക് വരണം, ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെടുന്ന പ്രതീതി അനുഭവപ്പെടാറുണ്ടോ? ഉണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ ശരിക്കും ഞങ്ങളെ ദൈവത്തിൻ്റെ ആൾക്കാരാണ്, ഞങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവരുടെ കൂടെ ആയിരിക്കാൻ സന്തോഷമാണ്. നമ്മൾ അവരുടെ കൂടെ തന്നെ നമ്മൾ ആയിരിക്കുന്നു. അവർ ചിലപ്പോൾ മിക്കവാറും ഉപ്പും കഞ്ഞിയായിരിക്കും തരുന്നത്. അവരുടെ ഭക്ഷണം കഴിക്കും. എന്നിട്ട് കൂടുതൽ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ പഠിപ്പിക്കും. സാക്രമെൻറ്റ്സ് സ്വീകരിക്കാനുള്ളവർക്ക് നമ്മൾ കുരിശ് വരയ്ക്കാനും സ്വർഗ്ഗസ്നായ പിതാവേ നന്മ അത്യാവശ്യം കുയി ഭാഷയാണ് ചില വില്ലേജുകളൊക്കെ തീരെ പാവങ്ങളായതുകൊണ്ട് കുയി ഭാഷ.
അപ്പോൾ ആ ഭാഷ ഞങ്ങൾക്ക് 2-3 സിസ്റ്റേഴ്സ് അവിടുന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ആ ഭാഷ അറിയാവുന്ന സിസ്റ്റേഴ്സ് ഉള്ള കാരണം അവരുടെ സഹായത്തോടെ ഞങ്ങൾ ആ ഭാഷയിൽ തന്നെ അവരെ പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിക്കും. പിന്നെ മാമോദിസ കൊടുത്ത് അങ്ങനെ ഈശോയിലേക്ക് ഞങ്ങളെ എടുത്തിട്ടുണ്ട്.